മുട്ടയെക്കുറിച്ചുള്ള ക്യാൻസറിൻ്റെ ഒരു വിവാദം തുടങ്ങുന്നത് ട്രസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ 2025 ഡിസംബർ ആദ്യത്തിൽ ഒരു ലാബ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതോടെയാണ്. എഗ്ഗോസ് എന്ന് പറഞ്ഞ ഒരു മുട്ട വിതരണ കമ്പനിയുടെ മുട്ടയിൽ 0.75 യൂണിറ്റ് ഇന്റർനാഷണൽ യൂണിറ്റ് AOZ എന്ന കെമിക്കൽ കണ്ടുപിടിച്ചു. അതിന്റെ സാന്നിധ്യം കണ്ടുപിടിച്ചു. അത് നൈട്രോഫ്യൂറാൻ എന്ന് പറഞ്ഞ ആന്റിബയോട്ടിക്കിന്റെ അംശമാണ്. ഈ നൈട്രോഫ്യൂറാൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ നിരോധിച്ചിട്ടുള്ളതാണ്. അത് ജീനോടോക്സിക് ആണ്, നമ്മുടെ ശരീരത്തിലെ ജീനുകളെ നശിപ്പിക്കുന്നതാണ്. അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കോശങ്ങളിലെ DNA തകരാറിലാക്കും, നശിപ്പിക്കും. ഈ ഒരു റിപ്പോർട്ട് ട്രസ്റ്റ് ഫീൽഡ് യൂട്യൂബ് ചാനലിൽ വന്നു കഴിഞ്ഞപ്പോൾ എഗ്ഗോസ് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ധ്രുവ് ഭൂഷൺ മറ്റൊരു ലാബ് റിപ്പോർട്ടുമായി വന്നു. ഹേയ്, അങ്ങനെ ഒരു കുഴപ്പവും എഗ്ഗോസിന്റെ എഗ്ഗുകളിൽ ഇല്ല. ഇതാണ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടാൻ ഇടയാക്കിയത്. മുട്ട അല്ലാതെ തന്നെ ക്യാൻസറിന് കാരണമാകും, ഹൃദ്രോഗമുണ്ടാക്കാം, കൊളസ്ട്രോൾ കൂട്ടാം, ദഹനപ്രയാസങ്ങൾ ഉണ്ടാക്കാം, അലർജി ഉണ്ടാക്കാം. നൈട്രോഫ്യൂറാൻ കൂടെ ചേർന്നാലോ? അപ്പോൾ അവിടെ നമുക്കല്പം ശാസ്ത്രീയമായ പഠനങ്ങളിലേക്ക് വരാം. PCRM എന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ ഒരു സംഘടനയുണ്ട്. ഫിസിഷ്യൻസ് കമ്മിറ്റി ഫോർ റെസ്പോൺസിബിൾ മെഡിസിൻ എന്നാണ് ആ സംഘടന പേര് കൊടുത്തിട്ടുള്ളത്. അതാണ് PCRM. അതൊരു അമേരിക്കയിലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. 17,000 ഡോക്ടർമാരും ആരോഗ്യ വിദഗ്ധന്മാരുമാണ് ഈ സംഘടനയിലെ അംഗങ്ങൾ. നോക്കണം, ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന 17,000-ഓളം വരുന്ന ഡോക്ടർമാരും ഹെൽത്ത് പ്രൊഫഷണൽസുമാണ് PCRMലെ അംഗങ്ങൾ. അവര് കച്ചവട താല്പര്യത്തിന് വേണ്ടി നേര് പറയുന്നവരെ പൊളിച്ചടക്കാൻ നടക്കുന്നവരല്ല. അവര് 30-40 കൊല്ലങ്ങളായി മുട്ടയ്ക്കെതിരായി പ്രചരണത്തിലാണ്. അമേരിക്കയുടെ ഡയറ്ററി ഗൈഡ് ലൈൻസിൽ നിന്ന് മുട്ടയെ നീക്കം ചെയ്യണം, മുട്ട കഴിക്കണമെന്ന് പറയുന്നത് മാറ്റണമെന്നുള്ളതാണ് അവരുടെ ഡിമാൻഡ്. 2025 അതിന് ചെറിയൊരു ഫലമുണ്ടായി, അത് ഞാൻ പുറകെ പറയാം. അവരുടെ ആവശ്യമനുസരിച്ച് മുട്ട കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല. അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ മുട്ട കഴിക്കുന്നത് സൂക്ഷിക്കണം, കൂടുതലാവരുത് എന്ന മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ PCRM സത്യസന്ധരായ ഡോക്ടർമാരുടെ സംഘം എന്തുകൊണ്ടാണ് മുട്ടയെ ഡയറ്ററി ഗൈഡ് ലൈൻസിൽ നിന്ന് മാറ്റണം, മുട്ട കഴിക്കരുത് എന്ന് പ്രചരണം നടത്തുന്നത്? എന്തുകൊണ്ടാണ് പല ദശകങ്ങളായിട്ടും അവരുടെ ശബ്ദം ശാസ്ത്രമേഖലകളിൽ ഉയർന്നു കേൾക്കാനിടയാകാതെ വരുന്നത്? എന്തുകൊണ്ട് സത്യത്തിൻ്റെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല? അത് ഞാൻ തുടർന്ന് പറയാം. അല്പം നീണ്ടുപോകും, വേറെ രക്ഷയില്ല. അത്രമാത്രം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, നിങ്ങളിത് അറിയണം. അതുകൊണ്ട് ക്ഷമയോടെ കേൾക്കണം. അവരുടെ പ്രചരണത്തിന് അവർ കൊടുത്തിട്ടുള്ള പേര് എഗ് ഫ്രീ മൂവ്മെന്റ് എന്നാണ്. ഇത് 17,000-ഓളം ഡോക്ടർമാരും പ്രൊഫഷണൽസും നടത്തുന്ന പ്രചരണമാണ് എഗ് ഫ്രീ മൂവ്മെന്റ്. ഇവിടെ അതിനെയൊക്കെ പൊളിച്ചടക്കുകയാണ് ഒരു വിദഗ്ധനിരുന്നിട്ട്. എത്ര കിട്ടിയിട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. മരുന്ന് കമ്പനിക്കാരോടുള്ള കളിയല്ലേ. കിട്ടേണ്ടതുപോലെ കിട്ടും. വിദേശ ട്രിപ്പാകും, വിദേശ കാറാകും, കോടികളാകും. അവർ പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻസ് ആർ സുപ്പീരിയർ. എഗ് പ്രോട്ടീൻ ഈസ് അൺനെസസറി ആൻഡ് പൊട്ടൻഷ്യലി ഹാംഫുൾ. സസ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രോട്ടീനാണ് ഏറ്റവും ഉയർന്നത്, ഏറ്റവും മുന്തിയത്. മുട്ടയിൽ നിന്ന് വരുന്ന പ്രോട്ടീൻ അനാവശ്യമാണ് എന്ന് മാത്രമല്ല അപകട സാധ്യതയുള്ളതാണ്. PCRMന്റെ നേതാവ് നീൽ ബെർണാഡ് വർഷങ്ങളായി USDAക്ക് നിവേദനം നൽകുകയാണ് അമേരിക്കൻ ഡയറ്ററി ഗൈഡ് ലൈൻസിൽ നിന്ന്, അഡ്വൈസിൽ നിന്ന് മുട്ട മാറ്റാൻ. USDA എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. അവരാണ് ഈ കൃഷിയെ കോഴി വളർത്തലിനെ പ്രോത്സാഹിപ്പിക്കുകയും മുട്ടയ്ക്ക് പ്രചരണം കൊടുക്കുകയും ഡയറ്ററി ഗൈഡ് ലൈൻസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്.
അതേപോലെ തന്നെ അതിലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റും കഴിക്കേണ്ടതായി വരുന്നു. അത് കഴിക്കാതെ നിങ്ങൾക്ക് ഈ 6 ഗ്രാം പ്രോട്ടീൻ കിട്ടില്ല. ഇതാണ് മുട്ടയ്ക്കെതിരെ അവർ പറയുന്ന ഒരു വാദം. അമേരിക്കയിലെ തട്ടുകടയ്ക്ക് സമാനമായ സാധനമാണ് നമ്മുടെ നാട്ടിലെ രാജാപ്പാർട്ട്. ചെറുപ്പക്കാരൊക്കെ വിചാരം ഇത് ഭയങ്കര ദിവ്യമായ സാധനമാണ്, ഭയങ്കര ആരോഗ്യങ്ങൾ നന്നാക്കി തരും. അങ്ങനെയാണ് പിശാജ് ഹട്ടിലും കില്ലർ എഫ്സിയിലും മാഡ് ഡൊണാൾഡ്സിലും ഒക്കെ ആളുകൾ പോയി കഴിക്കുന്നത്. 1968 അവർ ബിഗ് മാക്ക് അവതരിപ്പിക്കുന്നത്. മുട്ട കഴിച്ചാൽ അതിലെ കൊളസ്ട്രോൾ ഹൃദ്രോഗമുണ്ടാക്കുമോ, നേരത്തെ മരണമുണ്ടാക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത്. ഈ റിപ്പോർട്ട് ഒരു ബോംബ് ഇട്ടതുപോലെയാണ്. കാരണം അതുവരെ മുട്ട പെർഫെക്റ്റ്ലി സേഫായ ഒരു ഭക്ഷണ സാധനമാണ് എന്നാണ് പറഞ്ഞു പരത്തിയിരുന്നത്. റിപ്പോർട്ടുകളെല്ലാം അങ്ങനെയായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് നേരെ മറിച്ചുള്ള ഒരു റിപ്പോർട്ടായിട്ട് വന്നു. ഹൃദ്രോഗ സാധ്യത ഫോർ എവരി അഡീഷണൽ ഹാഫ് എഗ് ഈറ്റൺ പെർ ഡേ എ പേഴ്സൺസ് റിസ്ക് ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ്, ഹാർട്ട് അറ്റാക്ക് ഓർ സ്ട്രോക്ക് ഇൻക്രീസ്ഡ് ബൈ 6%. 6% ഹൃദ്രോഗ സാധ്യത, സ്ട്രോക്കിൻ്റെ സാധ്യത അധികമായി കഴിക്കുന്ന അരമുട്ട. അപ്പോൾ അധികം എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വരും. 2.5 ഒരാഴ്ചയിലൊന്നാണ് ഇവരുടെ എല്ലാം കണക്ക്. അതുകൂടാതെ കഴിക്കുന്ന അരമുട്ട വെച്ച് 6% റിസ്ക് കൂടുകയാണ്. ഡെത്ത് റിസ്ക്, റിസ്ക് ഓഫ് ഓൾ കോസ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാരണം കൊണ്ടുള്ള മരണം, പല കാരണം കൊണ്ടും ആവാം, അത് 8% കൂടുന്നത്. ഒരു ദിവസം ഭക്ഷണത്തിലൂടെ അകത്ത് ചെല്ലുന്ന കൊളസ്ട്രോള് 300 ഗ്രാം ആണെങ്കിൽ ഹൃദ്രോഗമുണ്ടാകാനുള്ള സാധ്യത 17% കൂടുന്നുണ്ട്. ഒരു മുട്ടയിൽ 186 mg കൊളസ്ട്രോള് ഉണ്ട് എന്ന് പറയുമ്പോൾ 2 മുട്ട ദിവസവും കഴിച്ചാൽ നിങ്ങൾ അപകടനിലയുടെ അപ്പുറത്തേക്ക് എത്തും. മുട്ടയുടെ മഞ്ഞക്കുരുവാണ് കൊളസ്ട്രോൾ കുരു എന്നുള്ളത് കൊണ്ട് പല ഡോക്ടർമാരും വെള്ള കഴിച്ചോളാൻ പറയും. പക്ഷേ അതിലെ പ്രോട്ടീനും പലർക്കും അലർജി ഉണ്ടാക്കുന്നുണ്ട്. തെറ്റായ ജീവിത രീതികളിൽ നിന്ന് മാറി ശരിയായ ജീവിതത്തിലേക്ക് വരാൻ മരുന്നുകൾ, മറ്റു രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ഉപേക്ഷിക്കാൻ, അതും നിങ്ങൾക്ക് നേച്ചർ ലൈഫിൽ വന്ന് ഏതാനും ദിവസം താമസിക്കുമ്പോൾ സാധിക്കുന്ന കാര്യമാണ്. മറ്റു രോഗങ്ങളും കൂടെ മാറ്റിയെടുക്കുക എന്നുള്ളത്. അതെല്ലാം ഞങ്ങൾ പഠിപ്പിച്ചു തരാം, വന്നോളൂ. നേച്ചർ ലൈഫ് കോഴിക്കോട് തുടങ്ങി തിരുവനന്തപുരം വരെ 7 സ്ഥലങ്ങളിൽ നമുക്ക് യൂണിറ്റുകളുണ്ട്. 2 പ്രകൃതി ഹോട്ടലുകളുണ്ട്. തിരുവനന്തപുരത്ത് ഗാന്ധി ഭവൻ തൈക്കാടും, കൊല്ലത്ത് ആശ്രമം മൈതാനിക്ക് തൊട്ടുകിഴക്ക് ആയുർവേദ കോംപ്ലക്സിലും പഠിക്കാം. ധാരാളം പുസ്തകങ്ങളുണ്ട്.